മെക്സിക്കോയിലും ഗ്വാട്ടിമലയിലും കാണപ്പെടുന്ന ഒരു ചെറിയ നിത്യഹരിത കുറ്റിച്ചെടിയാണ് മെക്സിക്കൻ ഹെയ്തർ അല്ലെങ്കിൽ ഫോൾസ് ഹെയ്തർ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന കുഫിയ ഹെസ്പിഹോളിയ. ഈ സസ്യം ലിത്രേസി കുടുംബത്തിൽപ്പെടുന്നതാണ്. കുഫിയ ചെടിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പുനരുൽപാദനം എന്നിവയൊക്കെയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആകർഷകമായ സസ്യജാലങ്ങൾക്കും സമൃദ്ധമായ പൂക്കൾക്കും വളരെ വലിയ അലങ്കാര മൂല്യമുള്ള ഒരു ചെടിയാണ് കുഫിയ. ഹെയ്തർ കുടുംബത്തിന്റെ ഭാഗമല്ലാത്തതുകൊണ്ടാണ് ഫോൾസ് ഹെയ്തർ എന്ന പേര് ഇതിന് ലഭിച്ചത്. ഈ ചെടിയുടെ വിത്ത് ക്യാപ്സൂളുകൾ പോലെ വളഞ്ഞ ആകൃതിയിലാണ്. വളഞ്ഞത് എന്നർത്ഥം വരുന്ന കൈഫോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കുഫിയ എന്ന പേര് ഈ ജനുസിന് ലഭിച്ചത്. ഇതിന്റെ പൂക്കൾ ഹമ്മിങ് ബേർഡ്, സോട്ടി വിങ് പോലുള്ള ചിത്രശലഭങ്ങൾ, സദേൺ പ്ലെയിൻസ് ബംബിൾ ബീ എന്നിവയെ ആകർഷിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 500 മുതൽ 2240 മീറ്റർ വരെ ഉയരമുള്ള ചൂടുള്ള അർദ്ധ ഊഷ്മള മിതോഷ്ണ കാലാവസ്ഥയിലാണ് ഇത് വളർന്നു കാണപ്പെടുന്നത്. തോട്ടങ്ങളിലും ഗാർഡനുകളിലും വളർത്തുന്ന ഒരു അലങ്കാര സസ്യമാണ് കുഫിയ. അരുവികളുടെ തീരത്തും ഉഷ്ണമേഖലാ ഇലപൊഴിയും വനങ്ങളിലും പരക്കെ വളർന്നു കാണപ്പെടുന്ന ഒരു സസ്യജാലമാണിത്. അതുപോലെ പർവ്വത മൊസോഫിലിക് വനങ്ങളിലും ഇത് കാണപ്പെടുന്നു. ഹവായിൽ ഈ ഇനം പ്രകൃതിദത്തമാണ്. അവിടെ ഇതിനെ ഗുരുതര കളയായി കണക്കാക്കപ്പെടുന്നു. ഇത് സാധാരണയായി 1 അടി മുതൽ 2 അടി വരെ ഉയരത്തിലെത്തുകയും ഒരു ചെടി 1 അടി മുതൽ 2 അടി വീതിയിൽ വ്യാപിക്കുകയും ചെയ്യുന്നു. വൃത്താകൃതിയിലുള്ള ഒതുക്കമുള്ള കുറ്റിച്ചെടിയായാണ് ഇത് വളർന്നു കാണപ്പെടുന്നത്. കാണ്ഡത്തിനൊപ്പം പരസ്പരം എതിർവശത്തായി ക്രമീകരിച്ചിരിക്കുന്ന ചെറിയ കൊന്താകൃതിയിലുള്ള ഇലകൾ ഇതിനുണ്ട്. ഈ ഇലകൾക്ക് തിളങ്ങുന്ന പച്ചനിറവും ചെറുതായി പല്ലുകളുടെ രൂപത്തിലുള്ള അരികുകളും ഉണ്ട്. ഈ ചെടിയിൽ യഥാർത്ഥ ഹെയ്തർ ചെടിയോട് സാമ്യമുള്ള ചെറിയ ട്യൂബുലാർ പൂക്കൾ ഉണ്ടാകുന്നു. അതിനാലാണ് ഫോൾസ് ഹെയ്തർ എന്ന പൊതുനാമം ഈ ചെടിക്ക് ലഭിച്ചത്. ഇതിന്റെ പൂക്കൾ സാധാരണയായി ദ്രുമനോൽ, ലാവൻഡർ, പിങ്ക്, വെള്ള എന്നീ നിറത്തിലൊക്കെ കാണപ്പെടുന്നു. ശാഖകളുടെ അഗ്രഭാഗത്ത് കൂട്ടങ്ങളായി കാണപ്പെടുന്ന ഈ പൂക്കൾ ഈ ചെടി വളരുന്ന സീസണിൽ ഉടനീളം നിലനിൽക്കും. ഈ ചെടി പൊതുവെ പരിചരണം വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ള ഒരിനമാണ്. ഇവ ഇടതൂർന്ന് കൂട്ടമായി വളരുന്നതിനാൽ പൂന്തോട്ടങ്ങളിലും ലാൻഡ്സ്കേപ്പുകളിലും ഇത് പലപ്പോഴും ഗ്രൗണ്ട് കവർ, ബോർഡറിംഗ് പ്ലാന്റ്, കണ്ടെയ്നർ പ്ലാന്റ് എന്നിവയൊക്കെയായിട്ട് വളർത്താം. ഈ ചെടി പൂർണ്ണ സൂര്യപ്രകാശത്തിലും ഭാഗിക തണലിലും നന്നായി തഴച്ചു വളരും. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഇഷ്ടപ്പെടുന്നത്. മണൽ അല്ലെങ്കിൽ പശുപരാശി ഉൾപ്പെടെ വിവിധ തരം മണ്ണിലും ഇത് വളരും. 5.5-നും 7-നും ഇടയിലുള്ള pH ലെവലിലാണ് ഈ ചെടി നന്നായി വളരുന്നത്. അത് കുറഞ്ഞ അമ്ലത്വമുള്ള മണ്ണിനെയാണ് സൂചിപ്പിക്കുന്നത്. കുഫിയ ചെടി ഒരിക്കൽ നട്ടാൽ വരൾച്ചയെ അതിജീവിച്ച് തുടർച്ചയായി പൂക്കൾ തരുന്നു. ഇത് താഴ്ന്ന ജലാംശമുള്ള സ്ഥലങ്ങളിലും വളരുന്നു. ഈ ചെടി തണുപ്പ് സഹിക്കില്ല. തണുത്ത പ്രദേശങ്ങളിൽ ഇത് നിങ്ങൾക്ക് വാർഷികമായി വളർത്താം. അതിനാൽ തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഈ ചെടി ചട്ടിയിൽ വളർത്തുന്നതാണ് നല്ലത്. ശൈത്യസമയത്ത് വീട്ടിനുള്ളിൽ ഇത് സംരക്ഷിക്കുകയും ചെയ്യാം. വേനൽക്കാലത്താണ് ഇത് പൊതുവെ പൂത്ത് കാണപ്പെടുന്നത്. വരൾച്ചയുള്ള പ്രദേശങ്ങളിൽ ഈ ചെടിക്ക് പതിവായി നനവ് കൊടുക്കേണ്ടതാണ്. ആരോഗ്യകരമായ വളർച്ചയ്ക്കും സമൃദ്ധമായ പൂവിനും ഈ ചെടിക്ക് വളപ്രയോഗം നടത്തുന്നത് നല്ലതാണ്. വളരുന്ന സീസണിൽ സാധാരണയായി വസന്തകാലം മുതൽ ശരത്കാലത്തിന്റെ ആരംഭം വരെ ഇതിന് വളപ്രയോഗം നടത്താം. ചെടി പ്രവർത്തനരഹിതമായിരിക്കുന്ന ശരത്കാലത്ത് വളം നൽകാതിരിക്കുക. പൂച്ചെടികൾക്കായി രൂപപ്പെടുത്തിയ സമീകൃതവും വെള്ളത്തിൽ ലയിക്കുന്നതുമായ വളം, അതല്ലെങ്കിൽ 10ന്റെ തുല്യ അനുപാതത്തിലുള്ള NPK മിശ്രിതം, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഗ്രാനുലാർ വളം ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ഇത് ചെറുതായി അസിഡിറ്റിയുള്ള മണ്ണിനെ ഇഷ്ടപ്പെടുന്നതിനാൽ ആസിഡ് ഇഷ്ടപ്പെടുന്ന സസ്യങ്ങൾക്കായി പ്രത്യേകം രൂപപ്പെടുത്തിയ വളവും ഉപയോഗിക്കാം. വളത്തിന്റെ നിർമ്മാതാവിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് വളം വെള്ളത്തിൽ ലയിപ്പിക്കുക. നേർപ്പിച്ച വളം ചെടിയുടെ ചുവട്ടിൽ തളിക്കുക. ഇലകളിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളം പ്രയോഗിച്ചതിന് ശേഷം ചെടി നന്നായി നനയ്ക്കുക. ഇത് മണ്ണിലേക്ക് വളം വിതരണം ചെയ്യാൻ സഹായിക്കും. മറിച്ച് ഗ്രാനുലാർ വളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചെടിയുടെ ഡ്രിപ്പ് ലൈനിന് ചുറ്റും വളം തുല്യമായി വിതറുക. മണ്ണ് സജീവമാകുന്നതിന് വളം പ്രയോഗിച്ചതിന് ശേഷം ചെറുതായി നനയ്ക്കുക. വളരുന്ന സീസണിൽ ഓരോ 4-6 ആഴ്ചയിലൊരിക്കൽ വളം നൽകുക. അമിതമായ വളപ്രയോഗം ഒഴിവാക്കുക. അത് പോഷകങ്ങളുടെ അസന്തുലിതാവസ്ഥ കാരണം മണ്ണിൽ ലവണങ്ങൾ അടിഞ്ഞുകൂടുകയോ ചെടിക്ക് പൊള്ളലോ പോലുള്ള മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇലകളുടെ മഞ്ഞ നിറം അല്ലെങ്കിൽ മോശം വളർച്ച പോലുള്ള പോഷകങ്ങളുടെ കുറവോ ചെടിക്കുണ്ടെന്ന് നിരീക്ഷിക്കുക. അതിനനുസരിച്ച് വളപ്രയോഗം ക്രമീകരിക്കുക. ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവവസ്തുക്കളോ നൽകാം. മുഞ്ഞ, ചിലന്തി എന്നിവയാണ് കുഫിയെ ബാധിക്കുന്ന കീടങ്ങൾ. വിഷമഞ്ഞ്, റൂട്ട് ജിയൽ, ലീഫ് സ്പോട്ട്, ലീഫ് മൈനേഴ്സ് ഇവയാണ് കുഫിയെ ബാധിക്കുന്ന രോഗങ്ങൾ. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക.
വിത്ത് മുളപ്പിച്ചും തണ്ടുകൾ വെട്ടിനട്ടുമാണ് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപ്പാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സ്ആപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സ്ആപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. കുഫിയ ചെടിയുടെ സവിശേഷത, കീടങ്ങളും രോഗങ്ങളും, വളപ്രയോഗം, പുനരുൽപാദനം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.